മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് നൽകിയിരിക്കുന്ന പുതിയ ദിവസത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് സദൃശവാക്യങ്ങൾ 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചിന്തിക്കാം. അതിൻ്റെ ആരംഭം എങ്ങനെയാണ്? ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ, ബുദ്ധിയായവൾ തൻ്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ. 7-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചത് യൗവനക്കാരനായ ഭോഷനായ ഒരു യുവാവിനെ തെറ്റിച്ച് കളയുന്ന ഒരു പരസ്ത്രീയെക്കുറിച്ചാണ് നമ്മളവിടെ കാണുന്നത്. എന്നാൽ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജ്ഞാനമായവളെക്കുറിച്ചാണ് പറയുന്നത്. അവൾ എന്ത് കാര്യങ്ങളാണ് വിളിച്ച് പറയുന്നത്? 7-ൽ നമ്മൾ കണ്ടു, തന്നിഷ്ടകരുത്തിയായ ഇങ്ങനെ പരസ്ത്രീ, വേശ്യാവസ്ത്രം ധരിച്ച് നടക്കുന്ന സ്ത്രീയെ, ഹൃദയത്തിൽ ഉപായം പൂണ്ടുള്ള സ്ത്രീയെ എന്താണ് വിളിച്ചു പറയുന്നതെന്ന്, അവളെങ്ങനെയാണ് ഒരു പുരുഷനെ വശീകരിച്ച് പാപത്തിലേക്ക്, വലിയ തെറ്റിലേക്ക് അകപ്പെടുത്തുന്നതെന്ന്. എന്നാൽ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ, ബുദ്ധിയായവൾ തൻ്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ എന്ന്. അപ്പോൾ നമ്മൾക്കെപ്പോഴും തിരുവചനത്തിലൂടെ വലിയ വലിയ മുന്നറിയിപ്പുകളെ ദൈവം നൽകുന്നുണ്ട്. നമ്മുടെ ഓരോ കാലടി വയ്ക്കുന്നതിനും ആവശ്യമായ മുന്നറിവുകളെ, അതുപോലെ മുന്നറിയിപ്പുകളെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ ജ്ഞാനമായവൾ വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ് മുന്നോട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അവൾ പടിവാതിലുകളുടെ അരികത്തും പട്ടണവാതിൽക്കലും ഗോപുരദ്വാരത്തെങ്കിലും ഘോഷിക്കുന്നത് എന്നാണ് അതിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്. ഈ 7-ാം അധ്യായത്തിൽ അവളെക്കുറിച്ച് കാണുന്നത്, ഇപ്പോൾ അവളെ വീതിയിലും പിന്നെ വിശാല സ്ഥലത്തും കാണാം, ഓരോ കോണിലും അവൾ പതിയിരിക്കുന്നു എന്നാണ്. ദുഷ്ടത പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ ദോഷമായി നിരൂപിക്കുന്നവർ പതിയിരിക്കുമ്പോൾ ജ്ഞാനമുള്ളവൾ അവൾ വിളിച്ചു പറയുകയാണ്. ആളുകൾ തെറ്റിലേക്ക് അകപ്പെടാതിരിക്കുവാനായിട്ട് ജ്ഞാനത്തിൻ്റെ വചനങ്ങളെ, ശ്രദ്ധിക്കേണ്ട വചനങ്ങളെ, പരിജ്ഞാനത്തിൻ്റെ വചനങ്ങളെ അവർ വിളിച്ചറിയിക്കുകയാണ് ചെയ്യുന്നത്. അവൾ ഓരോരുത്തരോടും മുന്നറിയിപ്പുകളെ നൽകുകയാണ്. അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്ന, അല്പബുദ്ധികളെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചുകൊള്ളുവിൻ, മൂഢന്മാരെ വിവേകഹൃദയന്മാരാക്കുവിൻ. 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്, അല്പബുദ്ധി സൂക്ഷ്മബുദ്ധി പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശലോമോൻ ഈ കടങ്കഥകളും അലങ്കാരവചനങ്ങളുമായ സദൃശ്യവാക്യങ്ങളെ എഴുതിയിട്ടുള്ളത് എന്ന് ആരംഭവാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്നതാണ്. അപ്പം അല്പബുദ്ധികൾ, സൂക്ഷ്മബുദ്ധി, അതൊരു ഫൈനായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ ഒരു നിസ്സാരമായിട്ട് തള്ളിക്കളയണല്ലോ. സൂക്ഷ്മബുദ്ധി, ഓരോ കാര്യത്തിലെയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ള മുന്നറിയിപ്പാണ്. ചില കാര്യങ്ങൾ നമുക്ക് അറിയാമെന്ന് പറഞ്ഞാൽ പോരാ, നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള ഡെപ്തിൽ നമ്മൾ, ആഴത്തിൽ നമ്മൾ അറിയണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിനെക്കുറിച്ച് നമ്മൾ അറിയുന്ന വചനത്തിൽ നിന്ന് ഒരു ദുരുപദേശം പൊട്ടിമുളച്ച് വന്നാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് ഗ്രഹിക്കാനായിട്ടുള്ള കഴിവ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതായത് ആട്ടിൻതോലണിഞ്ഞ് ചെന്നായി നമ്മുടെ മുന്നിൽ വന്ന് നിന്നാൽ ആടേതാ ചെന്നായി എന്താണ് എന്നുള്ളതിൻ്റെ സ്വഭാവം ഓരോ ചെറിയ രീതിയിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് പറയുന്നത് പോലെ ദൈവവചനത്തിൻ്റെ ഓരോ സൂക്ഷ്മമായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരിക്കണം. കാരണം ദുരുപദേശം വല്ലാതെ പടരുന്ന ഈ കാലത്ത്, സത്യവചനത്തെ പ്രസ്താവിച്ചുകൊണ്ട് തന്നെ അതിൽ ദുരുപദേശം കലർത്തി ആളുകളെ പലരെയും വഞ്ചിച്ച് കളയുന്ന ഈ കാലത്ത് മുൻപേ തന്നെ ശലോമോൻ നമ്മളോട് പറയണം, അല്പബുദ്ധികളെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചുകൊള്ളുമെന്ന്, മൂഢന്മാരെ വിവേകഹൃദയന്മാരാകുമെന്ന്. അപ്പോൾ അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കറിയാം, നമ്മുടെ മുന്നിൽ അനേക ആളുകൾ ദൈവവചനത്തിൻ്റെ പിന്നാലെ തന്നെ പോയിക്കൊണ്ട് തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. ദൈവവചനത്തിൻ്റെ വല്ലാതെ കൂട്ടിക്കളഞ്ഞ് അവരും പറയുന്നത് ദൈവവചനത്തിലെ വാക്യങ്ങളെ വെച്ച് തന്നെയാണ്. എന്നാൽ അതിനെ അവർ വളച്ചൊടിച്ച് വല്ലാത്ത രീതിയിലാക്കി അത് അനേകരുടെ ഹൃദയത്തിലേക്ക് കയറ്റി അതിനെ തെറ്റിലേക്ക് അല്ലെങ്കിൽ ആദായസൂത്രമാക്കി തീർക്കുമ്പോൾ നമ്മളോട് പറയുകയാണ് നമ്മൾ വിവേകഹൃദയന്മാരായിരിക്കണമെന്ന്. അതുപോലെ നമുക്ക് നൽകുന്ന ചില മുന്നറിയിപ്പുകളും പ്രബോധനങ്ങളാണ്, നമ്മൾ അധരങ്ങളെ തുറക്കുന്നത് നേരിനായിരിക്കണം. കേൾപ്പം ഞാൻ ഉത്കൃഷ്ടമായി സംസാരിക്കും, എൻ്റെ അധരങ്ങളെ തുറക്കുന്നത് നേരിനായിരിക്കും എന്നൊക്കെ. അപ്പം നമ്മുടെ സംസാരവും വാക്കും എല്ലാം സത്യത്തോടെ നമ്മൾ പ്രബോധനങ്ങളെ, സത്യവചനം കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കണം. അതുപോലെ ദുഷ്ടത എൻ്റെ അധരങ്ങൾ കറുപ്പാകുന്നു എന്നാണ് ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നത്. നമ്മുടെയും അധരങ്ങൾക്ക് ദുഷ്ടത
അറപ്പായി തന്നെ ഇരിക്കണം. അതിൻ്റെ മുമ്പിലത്തെ അദ്ദേഹത്തിന് നമ്മൾ കാണുന്നുണ്ട്, 6 കാര്യം യഹോവയ്ക്ക് വെറുപ്പാകുന്നു, 7 കാര്യം യഹോവയ്ക്ക് അറപ്പാകുന്നു എന്ന്. അപ്പം അറപ്പായിട്ടുള്ള കാര്യങ്ങളുണ്ട്, വെറുപ്പായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ലോകത്തോടുള്ള സ്നേഹം ദൈവത്തിന് അറപ്പാകുന്നു എന്നാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അറപ്പ് എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം, വെറുപ്പിനേക്കാളും വലുതാണ് അറപ്പ് എന്ന് പറയുന്നത്. അതൊരു എന്താ പറയുക, നല്ലതല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഈ ജ്ഞാനമായോട് പറയുന്നത് പോലെയുള്ള ഒരു സാക്ഷ്യം നമുക്കും ഉണ്ടാകേണ്ടതാണ്. അവയെല്ലാം ബുദ്ധിമാന് തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരുമാകുന്നു. അതുകൊണ്ട് പറയുകയാണ്, വെള്ളിയേക്കാൾ എൻ്റെ പ്രബോധനവും മേത്രമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളും. ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു, മനോഹരമായതൊന്നും അതിന് തുല്യമാകുകയില്ല. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ ചില ഹൈഫൈ ആയിട്ടുള്ള ആൾക്കാർ, അവർ ചിലപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് പെട്ടെന്ന് പൊട്ടിമുളച്ച് സമ്പത്തിലേക്കും സമൃദ്ധിയിലേക്കും വന്നവരായിരിക്കും. അപ്പോൾ അവിടുത്തെ ചില സ്ത്രീകളെ നമുക്കറിയാം, അവരുടെ ധനാഠ്യം കാണിക്കാനായിട്ട് വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് ശരീരം മുഴുവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞ് ചിലപ്പം ചില പരിപാടികളിൽ പങ്കെടുക്കാനായിട്ട് വരുന്നത്. എന്നാൽ അവരുടെ സംസാരം കേട്ടാൽ നമുക്കറിയാം, അവർക്കൊരു യഥാർത്ഥമായ ഒരു ബുദ്ധിയും ബോധവും ഇല്ലാത്ത പോലെയുള്ള സംസാരങ്ങൾ നമ്മൾ പലരിൽ നിന്നും കേട്ടിട്ടുണ്ട്. എല്ലാവരും അങ്ങനെയല്ല, എന്നാലും ചില ആളുകൾ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ വലിയ ആളുകളുടെ രീതിയിൽ ചമഞ്ഞൊരുങ്ങി നടക്കുകയും എന്നാൽ അവരുടെ സംസാരത്തിൽ നിന്ന് അവർക്കുള്ള ആ ബുദ്ധിഹീനത നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വചനത്തിൽ നിന്നൊരു പ്രബോധനം നൽകുന്നത് അങ്ങനെയാണ്. ഈ വെള്ളിയേക്കാളും പൊന്നിനേക്കാളും നമ്മൾ അതിനെ വെച്ച് ചമഞ്ഞൊരുങ്ങി നടക്കുന്നതിനേക്കാളും പരിജ്ഞാനത്തോടു കൂടിയ ജ്ഞാനത്തോടു കൂടിയ വചനങ്ങളും പ്രവൃത്തികളും നമ്മളിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും മേത്തരമെന്ന്. ആകെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ, ഓരോ ദിവസത്തെയും ജീവിതത്തിൽ ഈ പരിജ്ഞാന വചനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സദൃശവാക്യത്തിലുടനീളം നമുക്ക് നൽകുന്ന പ്രബോധനം എന്ന് പറയുന്നത് പരിജ്ഞാനം മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ജ്ഞാനത്തിൻ്റെ വചനങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അത് സൂക്ഷിച്ച് ദൈവവചന പ്രകാരം ജീവിക്കാൻ ഓരോ പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ഈ വചനങ്ങളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.